വാട്ട് വാസ് യുവർ ഡ്രൈവ്? ഡ്രൈവ് എന്ന് പറയുന്നത് നേഴ്സിംഗിൽ കൊടുക്കുന്ന പോലത്തെ തന്നെ ഒരു സർവീസും കെയറും എൻ്റെ ക്ലയൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. കുറേ ആൾക്കാരുടെ ഹാപ്പി ഫേസസ് കാണുന്നുണ്ട് ഡെയിലി. അപ്പം അതൊരു ഡ്രൈവ് ഫോഴ്സ് ആണ് ശരിക്കും. ഹാപ്പി ക്ലയൻസ് ആണ് എപ്പോഴും നമ്മുടെ സക്സസിൻ്റെ റൂട്ട് ഫാക്ടർ എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ ഒരു റിയൽറ്ററിനെ പിക്ക് ചെയ്യാം? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്ന ആളുകൾ ധാരാളം ഉണ്ട്. പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ ഒരു ഡീലെങ്കിലും ഒരു വർഷം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 1% ഉള്ളൂ. അതിൽ കൂടുതൽ മലയാളികളായിരിക്കുമോ? മലയാളികളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അന്നേരം അവർ വന്നിട്ട് വീട് വാങ്ങുമ്പോൾ ആ ചൂസ് ചെയ്യുന്ന റിയൽറ്റേഴ്സ് റോങ് ആണെങ്കിൽ, ആ നെയ്ബർഹുഡിനെ പറ്റി ധാരണയില്ലാത്ത ആളുകളാണെങ്കിൽ പലപ്പോഴും വില കൂട്ടി വാങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു മലയാളി ചൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഏത് വീടായിരിക്കും? മലയാളി ചൂസ് ചെയ്യുന്നത് അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള വീട്, അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അന്നേരം നിങ്ങൾക്ക് വീട് പോയി കാണുക, നിങ്ങൾ പിക്ചറിൽ കാണുന്നത് ആയിരിക്കത്തില്ല ചെന്ന് കാണുമ്പോൾ. സാം മാത്യു, വെൽക്കം ടു ചിയേഴ്സ് ഫിറ്റ്. താങ്ക് യു. സാം മാത്യു എന്ന പേരിനേക്കാളും കൂടുതൽ ആൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് സാമച്ചായൻ, സാംജി സാംജി എന്നുള്ളതാണ്. സോ റിയലറ്റർ എന്നൊരു ഫീൽഡിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ആള്, നമുക്ക് അതിൽ ഫസ്റ്റായിട്ട് ചോദിക്കാനുള്ളത് എന്താണ് റിയലറ്റർ, അല്ലെങ്കിൽ റിയലറ്ററിൻ്റെ ഒരു റോൾ എന്താണ്, അത് പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? റിയൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു റിയൽറ്റർ എന്ന് പറഞ്ഞ വേർഡ് ട്രേഡ് മാർക്കഡാണ്. നമുക്ക് കാനഡയിലും US ഉള്ള റിയൽറ്റേഴ്സിന് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റിയൽ എസ്റ്റേറ്റ് സെയിൽസ് പേഴ്സൺ എന്നാണ് കോമൺലി എല്ലാവരും പറയുക. നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ, അത് കൊമേഴ്ഷ്യലാവാം റെസിഡൻഷ്യൽ ആവാം, അന്നേരം റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിൽ മെയിനായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് റിയൽ എസ്റ്റേറ്റ് സെയിൽസ് പേഴ്സൻ്റെ ജോലി. നമ്മുടെ റോൾ എന്ന് പറയുന്നത് ഒരു സെല് ചെയ്യാനുള്ള പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് അത് ലിസ്റ്റ് ചെയ്യുക, മാർക്കറ്റിൽ കൊണ്ടുവരിക, അത് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് സെല്ലറിന് നല്ല പ്രൈസിന് വിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓൺ ദി അതർ ഹാൻഡ് ബയറിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബയറിനെ മാർക്കറ്റ് കണ്ടീഷൻസ് നന്നായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, വീടുകൾ കാണിച്ചു കൊടുക്കുക, ഓഫർ പ്രോപ്പറായിട്ട് ഉണ്ടാക്കുക, അവർക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യുക, നല്ല പ്രൈസിൽ വാങ്ങിച്ചു കൊടുത്ത് ആ ട്രാൻസാക്ഷൻ മനോഹരമായിട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. റിയലറ്ററിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? റിയൽറ്ററിലേക്കുള്ള ജേർണി അത്ര ഈസി ആയിരുന്നില്ല. ബേസിക്കലി ഞാനൊരു നേഴ്സാണ്, കാനഡയിലും ഞാൻ ലൈസൻസ്ഡ് ആർനാണ്. അന്നേരം അങ്ങനെ ഒരു പ്രൊഫഷനിൽ നിന്നാണ് ഞാൻ പതുക്കെ റിയൽ എസ്റ്റേറ്റിലേക്ക് മാറുന്നത്. സോ രണ്ടും സർവീസാണ്, നേഴ്സ് ആൻഡ് റിയലറ്റർ, ബോത്ത് ആർ സർവീസ്. സോ അങ്ങനെയുള്ളൊരു ടൈമിൽ എന്തുകൊണ്ടാണ് റിയലറ്റർ എന്ന സർവീസിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള കാരണം? വാട്ട് ഈസ് എ പാഷൻ, വാട്ട് ഡ്രൈവ് യു ടു ബിക്കം എ റിയലറ്റർ? രണ്ടും സർവീസാണ്, ഈ പറഞ്ഞ പോലെ രണ്ടും സർവീസ് സെക്ടേഴ്സാണ്. പിന്നെ എനിക്ക് കുറച്ച് ഒരു നാട്ടിൽ കാനഡയിൽ വരുന്നതിന് മുമ്പ് ഞാൻ കുവൈറ്റിലായിരുന്നു. അതിന് മുമ്പ് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് പല ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കുവൈറ്റിൽ വന്നപ്പം സ്റ്റക്കായിപ്പോയി, നേഴ്സിംഗ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാനഡ ഈസ് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തും എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, അതിൻ്റെ അകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റണം. റിയൽ എസ്റ്റേറ്റിൽ ആദ്യത്തെ ഒരു വർഷം നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു, നമ്മൾ കാണുന്ന പോലെ ആയിരിക്കത്തില്ല. അന്നേരം നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങൾ മുന്നോട്ടുള്ള നിങ്ങളുടെ ജേണി. അന്നേരം അത്ര ഈസി ആയിരുന്നില്ല, പക്ഷേ സ്മോൾ സ്റ്റെപ്സ് ബട്ട് ഡൂയിങ് ഗുഡ്. വാട്ട് വാസ് യുവർ ഡ്രൈവ്? ഡ്രൈവ് എന്ന് പറയുന്നത് നേഴ്സിംഗിൽ കൊടുക്കുന്ന പോലത്തെ തന്നെ ഒരു സർവീസും കെയറും എൻ്റെ ക്ലയൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ ഹോസ്പിറ്റലാകുമ്പോൾ സിക്കായിട്ട് വരുന്ന ഒരാൾ, അവരുടെ എൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് പോകുക എന്നുള്ളതാണ്. ഇവിടെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഡെസ്പറേറ്റ് ആയിട്ടുള്ള ബയേഴ്സും സെല്ലേഴ്സും, അവരുടെ എൻഡ് ഗോൾ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ റിയൽ എസ്റ്റേറ്റിലെ ഡ്രൈവ്. അപ്പം കുറേ ആൾക്കാരുടെ ഹാപ്പി ഫേസസ് കാണുന്നുണ്ട് ഡെയിലി. അപ്പം അതൊരു ഡ്രൈവ് ഫോഴ്സ് ആണ് ശരിക്കും. ഹാപ്പി ക്ലയൻസ് ആണ് എപ്പോഴും നമ്മുടെ സക്സസിൻ്റെ റൂട്ട് ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹാപ്പി ക്ലയൻറ്റ് ആവാൻ വേണ്ടി ഒരു റിയലറ്ററിനെ ചൂസ് ചെയ്യുമ്പോൾ, സോ ഫോർ എക്സാമ്പിൾ എനിക്കൊരു വീട് വാങ്ങണം, എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ വീട് എന്നുള്ളൊരു സ്വപ്നമാണെങ്കിൽ ഞാനൊരു റിയലറ്ററിനെ പിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും എൻ്റെ മുന്നിലുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയസ്? ഞാൻ എങ്ങനെ ഒരു റിയൽറ്ററിനെ പിക്ക് ചെയ്യാം? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്ന ആളുകൾ ധാരാളം ഉണ്ട്. പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ ഒരു ഡീലെങ്കിലും ഒരു വർഷം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 1% ഉള്ളൂ. അന്നേരം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിയൽറ്ററിനെ ആദ്യം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സക്സസ്ഫുൾ ആകുമ്പോൾ തന്നെ
നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആളാവണം. നമ്മളുടെ ആ ഒരു വേവ് ലെങ്ത് എന്ന് പറയത്തില്ലേ, അത് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം. അന്നേരം നമ്മൾ ഒരാളെ, ഒരു റിയൽറ്ററിനെ ചൂസ് ചെയ്യാൻ, നമുക്ക് കാനഡയിൽ ഏത് സർവീസിനും ഒരാളുടെ അടുത്ത് പോകണമെങ്കിൽ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, വളരെ അടുത്തിരിക്കുന്ന സുഹൃത്തുക്കളോട് പോലും പറയുന്നത്, നിങ്ങൾക്ക് ഒരു വീട് വാങ്ങേണ്ട സമയമാകുമ്പോൾ സാംജി ഉള്ളത് കൊണ്ട് സാംജിയെ ചൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരരുത്. യു ഹാവ് ഓൾവേസ് ഹാവിങ് ദാറ്റ് ഫ്രീഡം ഓഫ് ചോയ്സ്. മനസ്സിലായോ? അന്നേരം ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ ഓരോ റിയൽറ്ററിൻ്റെ അടുത്തും പോകരുത്. ടോക്ക് ടു ദം. അന്നേരം നിങ്ങൾക്ക് വാങ്ങേണ്ട നിങ്ങളുടെ വീടിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നും നിങ്ങൾ സംസാരിക്കുമ്പോൾ ടേക്ക് യുവർ ടൈം, ഡോണ്ട് റഷ്. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് റിയൽറ്ററിനായിരിക്കും നിങ്ങളെ ഈ കാര്യത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്നെപ്പോലെ ആയിരിക്കത്തില്ല വേറൊരു റിയൽറ്റർ സർവീസ് തരുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ആ നിങ്ങൾ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ലൊക്കാലിറ്റിയെ പറ്റി നല്ല ധാരണയുള്ള ആളുകളാവണം. പലപ്പോഴും നയാഗ്ര എന്ന് പറയുന്ന ഒരു ഏരിയ GTA കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വില കുറഞ്ഞ, കുറച്ചുകൂടെ അഫോർഡബിളായി വീട് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ പല വീടുകളും നോക്കുമ്പോൾ വളരെ ഓവർ പ്രൈസ്ഡ് ആയിട്ട് വിറ്റ് പോയതായിട്ട് കാണാം. നമ്മുടെ ബയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ആ വീട് അവൈലബിൾ അല്ല. എന്നിട്ട് ഇത്രയും വിലയ്ക്ക് ഇതാരാ വാങ്ങുന്നതെന്ന് നോക്കുമ്പോൾ മോസ്റ്റ് ലൈക്ലി അത് GTA ബയേഴ്സ് ആയിരിക്കും. അന്നേരം അവർ ചൂസ് ചെയ്യുന്ന റിയൽറ്റർ അവിടെയുള്ള ആളുകൾ, അതിൽ കൂടുതൽ മലയാളികളായിരിക്കുമോ? മലയാളികളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അന്നേരം അവർ വന്നിട്ട് വീട് വാങ്ങുമ്പോൾ ആ ചൂസ് ചെയ്യുന്ന റിയൽറ്റേഴ്സ് റോങ് ആണെങ്കിൽ, ആ നെയ്ബർഹുഡിനെ പറ്റി ധാരണയില്ലാത്ത ആളുകളാണെങ്കിൽ പലപ്പോഴും വില കൂട്ടി വാങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. വിൽക്കുമ്പോഴും അതേ തെറ്റുകൾ ആവർത്തിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് നോളജബിൾ ആയിട്ടുള്ള റിയൽറ്ററിനെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ളത്, ഇവിടെ ലൈസൻസ് എപ്പോഴും ഒരു ഫാക്ടറാണ്. പക്ഷേ ലൈസൻസ്ഡ് അല്ലാത്ത, സെല്ല് ചെയ്യാൻ അനുവാദം ഇല്ലാത്ത റിയൽറ്റേഴ്സ് മാർക്കറ്റ് വളരെ കുറവ്. അങ്ങനെ ആരും ഇല്ല. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു ചെക്ക് ഓൾവേസ് ദെയർ ലൈസൻസ് സ്റ്റാറ്റസ്. റീകോഡ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒണ്ടാരിയോയിലുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള റിയൽറ്റേഴ്സിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ. ഡു വി നീഡ് എ റിയലക്ടർ? ശരിക്കും ഒരു വീട് വാങ്ങാൻ റിയലക്ടറിന്റെ ആവശ്യമുണ്ടോ? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതിനെ പറ്റിയിട്ട് പണ്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിയൽറ്ററും പറഞ്ഞു തരുമോ എന്നറിയത്തില്ല. കാനഡയിൽ ഒരു വീട് വാങ്ങാൻ ഒരു റിയൽറ്ററിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് റിയൽറ്റർ വേണ്ടത്? അവിടെയാണ് എന്തുകൊണ്ടാണ് ഇത് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഈ വീട് വാങ്ങാനും വിൽക്കാനും. കമ്മീഷൻ ബേസ്ഡ് ആണ് ഈ ജോലി. ഒരു സർട്ടൻ സെറ്റ് ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് നിങ്ങൾ ഇവർക്ക് പേ ചെയ്തിട്ടാണ് റിയൽറ്ററിനെ വീട് വാങ്ങാനോ വിൽക്കുമ്പോഴോ വെക്കുന്നത്. വാങ്ങുമ്പോൾ ഉള്ളൊരു ഗുണം, ബയ്യർ ഒരിക്കലും കമ്മീഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദി ടൈംസ് സെല്ലറാണ് രണ്ട് പേരുടെയും റിയൽറ്റേഴ്സിന് പൈസ കൊടുക്കുന്നത്. സോ വെൻ യു ബൈ എ ഹോം, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവിങ് എ റിയൽറ്റർ ഓൺ യുവർ സൈഡ്. നിങ്ങൾ എന്തായാലും പൈസ കൊടുക്കുന്നില്ല. റിയൽറ്ററിനെ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു ആസ് എ ബയ്യർ നമ്മൾക്കറിയാവുന്നതിനേക്കാളും മാർക്കറ്റ് നന്നായിട്ട് അറിയാവുന്ന, നമ്മൾക്ക് ഒരു ലേമാന് കിട്ടുന്ന മാർക്കറ്റ് ലിസ്റ്റിങ്സിനേക്കാളും കൂടുതലായിട്ട് MLS ആക്സസ് ഉള്ള, നന്നായിട്ട് ഓഫർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ പ്രൊഫഷണൽ റിയൽറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ നല്ലൊരു വീട് നിങ്ങളുടെ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റും. സോ വാട്ട് ഈസ് ആൻ MLS ആക്സസ്? MLS എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ലിസ്റ്റിംഗ് സർവീസസ് എന്നാണ് പറയുന്നത്. റിയൽറ്റേഴ്സിന് ആക്സസ് ഉള്ള ഒരു ലിസ്റ്റിംഗ് സർവീസ് ആണ്. ഓക്കെ, അത് കോമൺ മാൻ യൂസ് ചെയ്യാൻ പറ്റുമോ? കോമൺ മാന് അത് ആക്സസ് ഇല്ല, MLS ആക്സസ് ഇല്ല. പക്ഷേ അതിൻ്റെ ഒരു ബാക്ക് ആണ് നമുക്കുള്ള ആക്സസ്, MLS ബാക്ക്. അതിൻ്റെ വേറൊരു സൈഡ് നിങ്ങൾക്ക് വേറെ പല കോമൺ ഈ ഹോം സെർച്ചിങ് ആപ്പ് വഴി കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു റിയൽറ്ററിനായിരിക്കും കാണാൻ പറ്റുന്നത്. അന്നേരം ആ MLS ആക്സസ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ലൈസൻസ്ഡ് റിയൽറ്ററും ഏതെങ്കിലും ഒരു റിയൽറ്റർ ബോഡിയിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവണം. എൻ്റെ ഒരു പേഴ്സണൽ ക്യൂരിയോസിറ്റി കൊണ്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈസ് ദിസ് എ റൈറ്റ് ടൈം ടു ബൈ എ ഹൗസ് ഇൻ കാനഡ? റൈറ്റ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും ആപേക്ഷികമാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഏത് മാർക്കറ്റിലാണെങ്കിലും ഒരു റൈറ്റ് പ്രൈസിന് നമ്മൾ വീട് വാങ്ങുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ അതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത രണ്ട് കാര്യങ്ങൾ വളരെ ഫേവറബിൾ ആയിട്ട് ഒരു ബയ്യറിന് വന്നിരിക്കുകയാണ്. ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, സെയിം ടൈം വീടിന്റെ വിലയും കുറവാണ്. യൂഷ്വലി ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിനനുസരിച്ച് വീടിന്റെ വില കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് വീടിന്റെ വില കുറയും. പക്ഷെ ഇപ്പോൾ രണ്ടും താഴ്ന്നു നിൽക്കുക. അന്നേരം വളരെ കുറഞ്ഞ അഫോർഡബിലിറ്റി ഉള്ള ആളുകൾക്കും നല്ല പ്രൈസിന് ഒരു വീട് വാങ്ങാൻ പറ്റുന്ന റൈറ്റ് ടൈമാണ്. പുതിയ ഇമിഗ്രേഷൻ ലോസ് നമ്മളുടെ ഈ നിലവിലത്തെ
ഒരു വീട് വാങ്ങാനുള്ളൊരു ഡിസിഷനെ ഇമ്പാക്റ്റ് ചെയ്യൂ? ഇമ്പാക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇമിഗ്രേഷൻ കൂടുതലും നടക്കുന്നത് സ്റ്റുഡൻസും ഒക്കെയാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇമിഗ്രേഷൻ ആണ് ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുള്ളത്. പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല. വി സ്റ്റിൽ ഹാവ് സ്റ്റുഡൻസ് കമ്മിങ് ഇൻ. പെർമനന്റ് റെസിഡൻസ് ഒക്കെ അവർ ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനത്തെ ഇമിഗ്രേഷനിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഈ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആളുകൾക്കും വർക്ക് പെർമിറ്റിൽ നിൽക്കുന്നവർക്കും വീട് വാങ്ങുന്നതിന് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ പെർമനന്റ് റെസിഡൻസിന് ഇല്ല. അന്നേരം വീടിന്റെ മാർക്കറ്റിനെ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടില്ല. പക്ഷെ റെന്റൽ മാർക്കറ്റിനെ അത് ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. റൈറ്റ് ടൈം ആണ് വീട് വാങ്ങിക്കാനെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ആണെങ്കിൽ പുതിയ ഇമിഗ്രേഷൻ ലോസ് ഇപ്പോൾ വീട് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരെ അഫക്റ്റ് ചെയ്യൂലേ? വീട് വാങ്ങാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. റിയൽറ്റേഴ്സിനെ സംബന്ധിച്ച് അത് എത്രത്തോളം നല്ല കാര്യമാണെന്ന് എനിക്കറിയത്തില്ല. വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും അറിയത്തില്ല. ഇമിഗ്രേഷൻ ലോസസ് സ്ട്രിക്റ്റ് ആവും തോറും വരുന്ന ആളുകളുടെ എണ്ണം കുറയും, വീട് വാങ്ങാനുള്ള ഡിമാൻഡ് കുറയും. അങ്ങനെയാണെങ്കിൽ വീടിന് വില കുറയും. അങ്ങനെയാണെങ്കിൽ വാങ്ങുന്ന ആളുകൾക്ക് നല്ല കാര്യമാണ്. വിൽക്കുന്ന ആളുകൾക്ക് അത് അത്ര ശുഭസൂചകമായിട്ടുള്ള കാര്യമല്ല. വീടിന്റെ ഡിമാൻഡ് ഒന്നും അത്ര കുറഞ്ഞിട്ടില്ല. ആളുകൾ വരുന്നുണ്ട്. പെർമനന്റ് PR ആയിട്ട് വരുന്ന ആളുകൾ സ്റ്റിൽ വരുന്നുണ്ട്. സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആളുകളുടെ എണ്ണത്തിലാണ് ചെറിയൊരു കുറവ് വന്നിട്ടുള്ളത്. റെന്റൽ മാർക്കറ്റിനെ അതൊരു പരിധിവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമിഗ്രേഷൻ മാത്രമല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ വീട് വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു നല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ കാനഡയിലോട്ട് വന്നിട്ട് അധികം നാളായില്ല, അറൗണ്ട് ഒരു 1 year ആവുന്നേ ഉള്ളൂ. സോ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള റിയൽറ്ററും കാനഡയിലുള്ള റിയൽറ്ററും തമ്മിൽ എന്താണ് ഡിഫറൻസ്? കേരളത്തില് റിയൽറ്റർ എന്ന് പറയുന്ന ആളുകളില്ല. കേരളത്തില് അത് വളരെ ഇൻഫോർമൽ ആണ്. ഇപ്പോഴും അത് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ അല്ല. എല്ലാവർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. അന്നേരം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അത് റെഗുലേറ്റഡ് ജോബാണ്, ലൈസൻസ്ഡ് ജോബാണ്. അന്നേരം ആ ഒരു കോഴ്സ് പഠിക്കണം, ലൈസൻസ് എടുക്കണം. നമ്മൾക്കൊരു റിയൽ എസ്റ്റേറ്റ് ബോർഡിൽ മെമ്പർഷിപ്പ് ഉണ്ടാവണം. ലോക്കൽ റിയൽ എസ്റ്റേറ്റ് ബോർഡിൽ മെമ്പർഷിപ്പ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഒണ്ടാരിയോ റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ ഉണ്ട്, ഓറിയ എന്ന് പറഞ്ഞിട്ട്. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ ഉണ്ട്, ക്രിയ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെയൊക്കെ മെമ്പർഷിപ്പ് ഒരു റിയൽറ്ററിനുണ്ടാവും. അന്നേരം ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വീട് വാങ്ങാൻ വേണ്ടി ഒരു റിയൽറ്റർ മാത്രം മതിയോ ഒരാൾക്ക്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു ബൈ എ ഹൗസ്. എനിക്ക് ഒരു റിയൽറ്റർ സാംജി മാത്രം മതിയോ എനിക്ക് വീട് വാങ്ങാൻ? ധാരാളം ആളുകൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഒരു വീടും 2ഉം 3ഉം വീടൊക്കെ വാങ്ങിയിട്ടും അതേ ധാരണ വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയല്ല. പലപ്പോഴും അങ്ങനത്തെ ഒരു ഭാരം റിയൽറ്റേഴ്സിന് മേൽ, അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ആളുകൾക്ക് ഒരു റിയൽറ്ററിനെ സംബന്ധിച്ചിട്ടുണ്ട്. റിയൽറ്റർ മാത്രമല്ല, ഒരു ട്രാൻസാക്ഷനിൽ മിനിമം നമ്മൾക്ക് ഒരു റിയൽറ്റർ ഉണ്ടാവും. വീട് സെല്ല് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് ലിസ്റ്റ് ചെയ്യാനും, വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് വീടുകൾ കാണാനും ഒക്കെ ആയിട്ട് ഒരു റിയൽറ്റർ ഉണ്ടാവും. പക്ഷെ റിയൽറ്ററിന്റെ ജോലി എന്ന് പറയുന്നത് ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സക്സസ്ഫുള്ളി നെഗോഷിയേറ്റ് ചെയ്തൊരു ഓഫർ ബൈൻഡിങ് ആയി കഴിഞ്ഞാൽ, പിന്നീട് അതിൽ കീ റോള് വഹിക്കുന്നത് മോർഗേജിന്റെ സൈഡിൽ നിന്നും ലോയറിന്റെ സൈഡിൽ നിന്നും. എന്നാൽ നമുക്കൊരു മോർഗേജ് പ്രൊഫഷണൽ ഉണ്ടാവണം, ഒരു ലോയർ ഉണ്ടാവും, റിയൽ എസ്റ്റേറ്റ് ലോയർ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ 3 പ്രൊഫഷണൽസ് ഉണ്ട്. പിന്നെ വീടിന്റെ അപ്രൈസർ ഉണ്ടാവും, ഇൻസ്പെക്ടർ ഉണ്ടാവും, അങ്ങനത്തെ പല അക്കൗണ്ടന്റ് ഉണ്ടാവും. അങ്ങനെ പല പ്രൊഫഷണൽസ് ചേർന്നിട്ടാണ് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് കൊണ്ടുപോകുന്നത്. അന്നേരം റിയൽ എസ്റ്റേറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ അടുത്ത് പറയും, നമ്മൾ പഠിച്ച കാര്യം അല്ലാതെ ബാക്കി കാര്യങ്ങൾ കയറി കൈകാര്യം ചെയ്യാൻ പാടില്ല. എനിക്ക് ഈ വീട് വാങ്ങുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരുമോ, വിൽക്കുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങളുടെ അക്കൗണ്ടിനോട് ചോദിക്കുക എന്നുള്ളതായിരിക്കും. സോ വി നീഡ് മൾട്ടിപ്പിൾ പേഴ്സൺ. അതെ, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. റിയൽറ്ററിനെ സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ വെച്ച് ഓഫർ കൊടുത്ത് അത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ഒരു റിയൽറ്ററിനെ പറ്റുള്ളൂ. അത് വേറെ ആർക്കും പറ്റത്തില്ല. ഈ റിയൽറ്റർ എന്ന ഒരു എന്താ പറയുക പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. വളരെ എളുപ്പമായിരുന്നു. നിങ്ങൾക്കൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ റിയൽറ്റർ ആവാം കാനഡയിൽ ആർക്കും. പക്ഷെ അതിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. വൈ യു സ്റ്റാർട്ടഡ് ആസ് എ റിയൽറ്റർ? എൻ്റെ
ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പഠിക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിച്ചു വെക്കുന്ന കൂട്ടത്തിലാണ്. പല പാഷൻസ് ഉണ്ട്. അന്നേരം ഞാൻ വീട് വാങ്ങുന്ന സമയത്താണ് ഈ റിയൽ എസ്റ്റേറ്റ് കരിയറിനെ പറ്റി കുറച്ചും കൂടെ മനസ്സിലാക്കുന്നത്. ഞാൻ ആ സമയത്ത് ഒരു ദിവസം 12-18 മണിക്കൂറും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ട്രാവൽ നേഴ്സായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ റിയൽട്ടർ കോഴ്സ് പഠിച്ചത്. പക്ഷെ പഠിച്ച് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്ന ദിവസം വരെ അത് എത്രത്തോളം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ലൈസൻസ് ആണ് എന്ന് അറിയത്തില്ലായിരുന്നു. നമുക്ക് വേറെ റിയൽറ്റീസുമായിട്ട് കൺസൾട്ട് ചെയ്യാനില്ല, ചോദിക്കാനില്ല, ഫ്രണ്ട്സ് ആരുമില്ല. ഒരു നേഴ്സിംഗ് ലൈസൻസ് കീപ്പ് ചെയ്യാൻ $350 മതി ഒരു വർഷം. പക്ഷെ ഒരു റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് കീപ്പ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു $5,000 $6,000 നമുക്ക് ചില സമയത്ത് വേണ്ടി വരാറുണ്ട്. പിന്നെ ക്വാർട്ടർലി ഫീസ് ഉണ്ട്, ബ്രോക്കറേജ് ഫീസ് ഉണ്ട്, അങ്ങനെ ധാരാളം ഫീസുകളുള്ള ഒരു ജോബാണ്, ലൈസൻസാണ് ഈ റിയൽട്ടർ ലൈസൻസ്. അന്നേരം അങ്ങനെ ഒരു ലൈസൻസ് എടുത്ത് വെറുതെ പാർക്ക് ചെയ്ത് വെക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും അതിലേക്ക് ഫുൾ ടൈം എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ളൊരു നിർബന്ധത്തിലുമാണ് ഞാൻ നേഴ്സിംഗ് ജോലി പെതുക്കെ ഒരു പോസ് കൊടുത്തിട്ട് ഫുൾ ടൈം റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നത്. അന്നേരം സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ്സ് ഓവർ. ഇപ്പം വളരെ നന്നായിട്ട് പോകുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് മാർക്കറ്റ് ടു എൻ്റർ. സോ ദാറ്റ് വാസ് എ റിയലി ഗുഡ് ചാലഞ്ച് ഫോർ യു. അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ വളരെ കംഫർട്ടായിട്ട് നിന്നൊരു RN നേഴ്സ്, നല്ല പേരുള്ള ഒരു നേഴ്സിൽ നിന്നും റിസ്ക് എടുത്ത് യു സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ്. അത് ഹാറ്റ്സ് ഓഫ് ടു യു, സീരിയസ്ലി. പക്ഷെ എപ്പോഴും ചലഞ്ചസ് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു കംഫർട്ട് സോണിൽ മാത്രം നിൽക്കുന്ന ഒരാളും അല്ല ഞാൻ. എൻ്റെ ലൈഫ് ആദ്യം മുതൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോഴാണ് അത് മൊത്തത്തിൽ കളഞ്ഞിട്ട് വേറൊരു സോണിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ഏറ്റെടുത്ത കാര്യങ്ങളൊന്നും പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. സോ ഐ എം റിയലി ഹാപ്പി ബീങ് എ റിയൽട്ടർ നൗ. അതിൻ്റെ അർത്ഥം നേഴ്സിംഗ് വിട്ടു എന്നല്ല. ഐ എം സ്റ്റിൽ ലൈസൻസ്ഡ് RN ഇൻ കാനഡ. എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വൈഫ് ഫുൾ ടൈം RN ആണ്. ആൻഡ് വി ആർ സ്റ്റിൽ ഇൻ ഹെൽത്ത് കെയർ സെക്ടർ. ഞങ്ങൾക്കൊരു നേഴ്സിംഗ് ഏജൻസി ഉണ്ട്. സോ പീപ്പിൾ ആർ വർക്കിംഗ് ഫോർ മീ ഈവൻ ഇഫ് ഐ എം നോട്ട് വർക്കിംഗ് ആസ് എ നേഴ്സ്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വിട്ടുമാറിയെങ്കിലും you are in a really good position now. Yeah. And the services you do to the people are really good. അതെ, എൻ്റെ ക്ലയൻസിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ റെഡിയാണ്. നമ്മൾ സാബ്ജിയുടെ വീഡിയോസ് കണ്ട് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴും ആ ഒരു കീ കൊടുക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു മൂമെന്റ് ആ വീഡിയോയിൽ കാണുന്ന അത് ഭയങ്കര കണ്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ബോത്ത് ഫോർ ദ ബയേഴ്സ് ആൻഡ് ഫോർ യു. ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് ആളുകൾ എത്തുന്നു. ആ ഒരു മൂമെന്റിൽ ആ കീ കൊടുക്കാൻ പോകുന്നു. നിങ്ങൾ ഇത്രയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതെല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരുന്നേനെ. പക്ഷെ ഇനിയും നമ്മുടെ പല വീഡിയോസ് വരാനുണ്ട്. ആ വീട് വാങ്ങുമ്പോൾ തൊട്ട് ഞങ്ങളൊരു ഫാമിലി റിലേഷനാണ്. ഞാനും അവരുമായിട്ടുള്ള ആ ഒരു റാപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ടാണ്. ഒരു ഫാമിലി മെമ്പറിനെ പോലെയോ അല്ലെങ്കിൽ അതിലുപരി ഫ്രണ്ടിനെ പോലെയോ ഞങ്ങൾക്ക് സംസാരിക്കാനും ഡീൽ ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏത് ക്വസ്റ്റ്യൻസിനും ആൻസർ ഏത് പാത്രത്തിൽ എൻ്റെ ഏത് ക്ലയൻസിൻ്റെ വീഡിയോസ് നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നമ്മളത് സംസാരിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോയി ഞാൻ റെഡിയാണ്. പിന്നെ കീ കൊടുക്കുന്ന മൊമെന്റിൽ എപ്പോഴും ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ആ ഒരു മൊമെന്റ് ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ക്ലയൻസിനോട് എൻജോയ് ചെയ്യാറുണ്ട്, അത് ക്യാപ്ചർ ചെയ്യാറുണ്ട്. അതെ അതെ. കാനഡയിൽ ബേസിക് ആയിട്ട് വേണ്ടത് കണക്ഷൻസ് ആണെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് കണക്ഷൻസ്. സോ ഹൗ ഡു യു ബിൽഡ് ദ നെറ്റ്വർക്ക് കണക്ഷൻസ്? കമ്പാരിറ്റീവ്ലി ഞാനൊരു പുതിയ ആളാണ്. 4 വർഷം ആവുന്നുള്ളൂ കാനഡയിൽ എത്തിയിട്ട്. 4 വർഷം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് വളരെ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആരുമായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്തിട്ട് അങ്ങനെ പോവാം. പക്ഷേ ഒരു ബിസിനസ് സൈഡിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അതിന് ഒരു പരിധി വരെ എൻ്റെ പാഷൻസും എൻ്റെ ഹോബീസും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാനഡ ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എനിക്ക് ബൈക്കിങ്, മോട്ടോർ സൈക്കിൾ റൈഡിങ് ഒക്കെ എനിക്ക് വളരെ പാഷനുള്ള ഒരു സംഗതിയാണ്. ഞാനൊരു ബൈക്ക് വാങ്ങി, പിന്നെ വിൻറ്റേജ് കാറുണ്ട്. ഇപ്പം ഞാൻ ഹണ്ടിങ് ലൈസൻസും ഗൺ ലൈസൻസും ഒക്കെ എടുത്തു. ഫിഷിങ്ങിന് പോവാറുണ്ട്. അന്നേരം ഇതൊക്കെ നമ്മൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് പുറത്തേക്ക് നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും ആ ഹോബീസുമായിട്ട് ഉള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആവാനൊക്കെ സഹായിക്കാറുണ്ട്. നമ്മൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട്. അന്നേരം നെറ്റ്വർക്ക് ഈസ് റിയലി ദി കീ ഫോർ യുവർ സക്സസ് ഇൻ കാനഡ, എസ്പെഷ്യലി ഇൻ റിയൽ എസ്റ്റേറ്റ്. അന്നേരം നിങ്ങളുടെ പാഷൻസിനെ നിങ്ങൾ ചേസ് ചെയ്യുക എന്നുള്ളതാണ്. മിക്കപ്പോഴും പുതുതായിട്ട് വരുന്ന ആളുകൾ ഒരു ബേസ്മെന്റിലേക്ക് ഒതുങ്ങി പോകാറുണ്ട്. അന്നേരം കാനഡയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിനെ നറീഷ് ചെയ്യുക. അതിന് പറ്റിയ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കാത്ത ജോലിയോ ബിസിനസ്സിലേക്കോ ഒക്കെ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഈ നെറ്റ്വർക്ക് ആയിരിക്കും. അന്നേരം
ഞാനിപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് ഞാനായിട്ട് വന്ന അല്ല, പല നെറ്റ്വർക്ക് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലീസും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. ഒരു ബാക്ക് ടു റിയൽ എസ്റ്റേറ്റ്, ഐ മീൻ ബാക്ക് ടു ബൈങ് എ ഹോം, ഒരു പുതിയ വീട് വാങ്ങാൻ വേണ്ടി ഒരു വ്യക്തി തീരുമാനിക്കുകയാണെങ്കിൽ അവർ എന്തൊക്കെയായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്? പുതുതായിട്ട് വീട് വാങ്ങുന്ന ആളുകൾ ആദ്യമേ പ്ലാൻ ചെയ്യേണ്ടത് അവരുടെ ഫൈനാൻഷ്യൽ സൈഡാണ്. ഇവിടെ ആദ്യം വരുമ്പോൾ തന്നെ നമ്മളൊരു വാൾമാർട്ടിൽ പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് അവർ ഓഫർ ചെയ്യും. നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ അവർ ചോദിക്കും ക്രെഡിറ്റ് കാർഡ് തരട്ടെന്ന് ചോദിക്കും. നമ്മൾ അങ്ങനെ ഓരോ കടയിലും പോകുമ്പോൾ ഓരോ ഷോപ്പുകാരുടേതായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടാവും, അവരത് ഓഫർ ചെയ്യും. ചിലപ്പം ചിലർ സൈൻ ചെയ്ത് കൊടുക്കും, ചിലർ അത് വേണ്ടാന്ന് പറയും. ഈ ഓരോ ചെക്കിലും നമ്മുടെ ക്രെഡിറ്റ് ചെക്സ് നടക്കുന്നുണ്ട്, അത് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന സമയത്ത് ഞാനും ഈ ക്രെഡിറ്റ് സ്കോറിനെ പറ്റിയിട്ടോ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിനെ പറ്റിയിട്ടോ ഒന്നും അത്ര ബോധവാനായിരുന്നില്ല. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പുതിയ ഒരു ആളാണെങ്കിൽ, കാനഡയിലേക്ക് പുതുതായിട്ട് വന്ന ആളാണെങ്കിൽ, ഈ നമ്മുടെ ഒരു ക്രെഡിറ്റ് സ്കോർ സിസ്റ്റം ഇവിടെ ഉണ്ട്, അതിനെപ്പറ്റി ബോധവാനാകുക. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ക്രെഡിറ്റ് സ്കോറിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ആണ്. എപ്പോഴും നമുക്കുള്ള ക്രെഡിറ്റ് അവൈലബിലിറ്റിയിൽ ഒരു 30% താഴെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $1000 ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ $300 താഴെ യൂട്ടിലൈസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അത് ഓൺ ടൈമിൽ നമ്മൾ റീപേ ചെയ്യുക. നമ്മൾ പേയ്മെൻറ്റ്സ് ഒന്നും മിസ്സാക്കാതിരിക്കുക. ഒരു ഫോണിൻ്റെ ബില്ലാണെങ്കിൽ പോലും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ് പേയ്മെൻ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവും. ഇതൊക്കെ നമ്മളൊരു മോർഗേജിന് പോകുന്ന സമയത്ത് അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി നമ്മൾ ബോധവാനാകുക. സെയിം ടൈം നമുക്ക് ഒരു മാസം $100 ആണെങ്കിലും $500 ആണെങ്കിൽ $1000 എത്രയാണോ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഇനീഷ്യൽ സ്റ്റേജസിലെ നമ്മൾ റെന്റിനൊക്കെ താമസിക്കുന്ന സമയത്തായിരിക്കും സേവ് ചെയ്യാൻ പറ്റുക. എന്നിട്ട് നമ്മളത് സേവ് ചെയ്യുക, ചെറുതായിട്ടാണെങ്കിൽ സേവ് ചെയ്യുക. പല സേവിങ്സ് പ്ലാൻ ഉണ്ട് ഇവിടെ. RRSPയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, FHSA ഉണ്ട്, പല പ്ലാനുകളുണ്ട്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ആ വർഷം അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. അങ്ങനെ ടാക്സ് സേവിങ് പ്ലാൻസ് ഉണ്ട്. നമുക്ക് വീട് വാങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് പൈസ നമുക്ക് ലോണായിട്ടോ അല്ലാതെയൊക്കെ എടുക്കാൻ പറ്റും. അന്നേരം അങ്ങനെ സേവിങ്സ് തുടങ്ങുക എന്നുള്ളതാണ് ഒരു കാര്യം ഇനീഷ്യലി. അന്നേരം ഡൗൺ പേയ്മെന്റ് ഉള്ള ഒരു പൈസ നമ്മൾ സേവ് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഗോള്. ഒരു ആവറേജ് ഡൗൺ പേയ്മെന്റ് വേണ്ട എമൗണ്ട് എത്ര ആയിരിക്കണം ഒരു വ്യക്തി കരുതുന്നത്? അത് ഡിപ്പെൻസ് ആണ്. പക്ഷെ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്ന ഒരാൾക്ക് അത് പ്രൈമറി ഹോം ആയിട്ടാണ്, നമ്മൾ ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് 5% ഇട്ട് കഴിഞ്ഞാൽ 95% ഗവൺമെന്റ് ബാങ്ക് ലോൺ തരും. ഒരു കൺവെൻഷണൽ പർച്ചേസ് ആണെങ്കിൽ നമ്മളൊരു 20% നമ്മൾ ഡൗൺ പേയ്മെന്റ് ഇടണം, 80% ആയിരിക്കും ബാങ്ക് മോർഗേജ് തരിക. പുതുതായിട്ട് വാങ്ങുന്ന ആൾക്ക് കുറച്ചുകൂടി ഈസിയാണ്. 5% മതി. അതായത് 5 ലക്ഷം രൂപയ്ക്ക് $25,000 മതി നമുക്ക് വീട് വാങ്ങാനായിട്ട്. അത് 1.5 മില്യൺ വരെയുള്ള വീട് വാങ്ങണം എന്നുണ്ടെങ്കിൽ 10% ഇട്ടാൽ മതി. ആ 10% എന്ന് പറയുന്നതും 5 ലക്ഷം വരെയുള്ള എമൗണ്ടിന് 5% നമ്മൾ ഇടുന്നുള്ളൂ സ്റ്റില്. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിനാണ് 10%. അന്നേരം വളരെ കുറച്ച് പൈസ മതി നമുക്ക് വീട് വാങ്ങാൻ. അങ്ങനെ വാങ്ങുന്നൊരു നല്ല ഓപ്ഷൻ ആണോ? വാങ്ങുന്നത് നല്ല ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ റിയലി ഡിപ്പെൻസ്. ഇവിടെ വരുന്ന എന്നെ പോലെ പുതുതായിട്ട് വരുന്ന ആളുകൾ, ഞാനും വന്ന സമയത്ത് വീടാണ് അൾട്ടിമേറ്റ് ഗോൾ എന്നൊക്കെ ചിന്തിച്ച് ഇരുന്ന ആളുകളാണ്. എപ്പോഴും നമുക്കൊരു വീട് വേണം, പക്ഷേ അതൊരു ഏത് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണുന്നതെന്നുള്ള, ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിലാണോ എന്നൊക്കെ നോക്കണം. നമുക്ക് എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ റെന്റിന് താമസിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കുറച്ച് പൈസ മതി. നമ്മൾ ആ റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത അവിടെ തീർന്നു. നമ്മൾ വീട് വാങ്ങുമ്പോൾ കുറച്ചുകൂടെ കൂടിയ എമൗണ്ട് ആയിരിക്കും മോർഗേജ് ആയിട്ട് കൊടുക്കുന്നത്. യൂട്ടിലിറ്റീസ് പേ ചെയ്യേണ്ടതായിട്ട് വരും, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പല കോസ്റ്റുകൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നാളെ ഒരു സമയം നമ്മൾ ഈ വീട് വിൽക്കുമ്പോൾ തിരിച്ചു കിട്ടുമോ? ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണോ, നമ്മൾ വീട് വാങ്ങണോ എന്ന് ചിന്തിക്കുന്നത്. പിന്നെ പലരും ഇപ്പം ചെയ്യുന്നത് വീടിൻ്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ്, ബേസ്മെന്റ് പോലെയുള്ള ഭാഗമൊക്കെ റെന്റ് ഔട്ട് ചെയ്യാനും, അന്നേരം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ റെന്റ് കൊടുക്കുന്ന പൈസ മോർഗേജിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വൈസ് ഡിസിഷൻ. കാര്യം വീട് വാങ്ങുന്നതിന് മുന്നേ തന്നെ ജോലി സംബന്ധമായിട്ട് ഓൾറെഡി ആളുകൾ വളരെ ടൈറ്റാണ്, ഷെഡ്യൂൾ പരമായിട്ടും ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോകുന്നവരുണ്ട്. വീട് വാങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഒരു വലിയൊരു ബേർഡനാണ് എടുത്ത് വെക്കുന്നത്. അപ്പം ചിലപ്പം എത്രയോ വർഷങ്ങൾക്കായിരിക്കും ഈ ടോട്ടൽ ഫിനാൻസ് അല്ലെങ്കിൽ മോർഗേജ് അടയ്ക്കേണ്ടി വരുന്നത്. സോ അപ്പം വീണ്ടും നമ്മൾ വലിയൊരു ലയബിലിറ്റിയാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. അപ്പൊ അതൊരു വൈസ് ഓപ്ഷൻ ആയിട്ട് മാറുക എന്നുള്ളത് അതിനൊരു വെൽ സ്ട്രക്ചേർഡ് പ്ലാനിലേക്ക് എടുത്ത് മാത്രം. അതെ, നമ്മൾ ഏതൊരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് വീടിന്റെ കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക.
ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ക്ലയൻസിന്, പ്രത്യേകിച്ച് എൻ്റെ ക്ലയൻസിന് ഒരാൾക്ക് പോലും അവരുടെ ബഡ്ജറ്റിന് മേളിലുള്ള ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. എപ്പോഴും ഞാൻ അവരോട് പറയുന്നത് ടേക്ക് യുവർ ടൈം, വീട് കാണുക, നമ്മൾ നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, അവരുടെ ബഡ്ജറ്റിൽ ആ വീട് വാങ്ങാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. നമ്മുടെ ബഡ്ജറ്റിന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സന്തോഷം വീട് വാങ്ങി 1-2 മാസം കഴിയുമ്പോൾ കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് പതുക്കെ വരും. നമ്മൾ ഒരു വീട് വാങ്ങുന്നത് സമാധാനമായിട്ട് കിടന്നുറങ്ങാനാണ്. അവിടെ കിടന്നുറങ്ങാൻ പറ്റാതെ അഡീഷണൽ ഷിഫ്റ്റ്, എക്സ്ട്രാ ഷിഫ്റ്റ്, ഓവർ ടൈംസും ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ വീട് എടുക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ കാനഡയിൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വളരെ കുറച്ച് പീരീഡ് നമുക്ക് അവരെ നമ്മുടെ കൂടെ കിട്ടുകയുള്ളൂ. ആ ഒരു ഫാമിലി ടൈമും ഒക്കെ, ക്വാളിറ്റി ടൈം ഒക്കെ നമ്മൾ നശിപ്പിച്ച് ജോലി ചെയ്ത് വീട്ടിലും സ്ട്രെസ്സ്, ജോലിയിലും സ്ട്രെസ്സ്, മൊത്തത്തിൽ ഫൈനാൻഷ്യൽ ലയബിലിറ്റി ഒക്കെ ആയി നമ്മുടെ പീസ് കളയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീടുകൾ വാങ്ങുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉത്സാഹിക്കുക എന്നുള്ളതാണ്. മലയാളികൾക്ക് എപ്പോഴും വീടെന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. അത് നാട്ടിലായാലും കാനഡയിലായാലും എന്തോ ആ ഒരു സ്വപ്നത്തിന് പിന്നാലെ പോകുന്നോണ്ടായിരിക്കണം ഇങ്ങനെ. അതെ, നാട്ടിൽ നിന്ന് നമുക്ക് വളരെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറാണല്ലോ നമുക്ക് വീട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഒരു ചെറിയ ഇൻകം ഉള്ള ഒരാൾ പോലും ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പൈസയൊക്കെ ലോൺ എടുത്തിട്ടാണ് നാട്ടിൽ വീട് വെക്കുന്നത്. ഇവിടെ പക്ഷേ മോർഗേജ് കിട്ടുന്നതിനൊക്കെ കുറച്ച് ബാരിയേഴ്സ് ഉണ്ട്. നമ്മുടെ അഫോർഡബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് തരുന്നത്. സ്റ്റിൽ നമുക്ക് എത്രത്തോളം ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻകത്തിൽ നിന്ന്, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇൻകത്തിൽ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചുള്ള വീട് വാങ്ങുക. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ പോർഷൻസ് ഒക്കെ നമുക്ക് റെന്റ് ഔട്ട് ചെയ്തിട്ട് ഒരു അഡീഷണൽ ഇൻകം കണ്ടെത്താൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ചൂസ് ചെയ്യാമെന്നായിരിക്കും ഞാൻ പറയാം. അങ്ങനെ ഒരു വീട് വാങ്ങിക്കഴിയുമ്പോൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുത്തതെങ്കിൽ ആ ബാങ്കിൽ നിന്നും വേറൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞ ബാങ്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ലോണിനെ? ഇറ്റ്സ് എ ട്രിക്കി ക്വസ്റ്റ്യനേക്കാൾ ഉപരി അത് എൻ്റെ ഒരു പ്രൊഫഷണലി വരുന്ന ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ ആൻസർ ചെയ്യാൻ പറ്റുക. ഇതൊരു മോർഗേജ് സ്പെഷ്യലിസ്റ്റിനാണ് കൂടുതലും പറയാം. പിന്നെ ഒരു ലേമാൻ പെർസ്പെക്റ്റീവിലും ഡെയിലി ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വ്യൂവിലായിരിക്കും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. തീർച്ചയായിട്ടും വേറൊരു ബാങ്കിലേക്ക് നിങ്ങൾക്ക് പോകാം. എപ്പം വേണമെങ്കിലും നിങ്ങളുടെ മോർഗേജ് വേറെ ബാങ്കിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. കാരണം ബാങ്ക് ഓഫ് കാനഡയുടെ ഒരു പ്രൈം റേറ്റ് ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് ബാങ്കുകൾ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് സ്ട്രക്ചർ ചെയ്യുക. പക്ഷെ വേറെ ബാങ്കിലേക്ക് പോകുമ്പോൾ എഗെയിൻ നിങ്ങളുടെ അഫോർഡബിലിറ്റി അവർ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് ആദ്യം ബാങ്കിൽ ഒരു വീട് വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ, നിങ്ങളുടെ ഡൗൺ പേയ്മെന്റ്, അഫോർഡബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് ഒരു മോർഗേജ് തരുന്നത്. ഇതേ പ്രോസസ്സിൽ കൂടെ വീണ്ടും പോകേണ്ടതായിട്ട് വരും. പലപ്പോഴും അന്ന് വീട് വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ജോലി നമുക്ക് ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അന്നേരം നമ്മുടെ സിറ്റുവേഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ബാങ്കിലേക്ക് പോകുന്നത് ചൂസ് ചെയ്യാൻ. സെയിം ടൈം നമ്മൾ പെനാൽറ്റീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു മോർഗേജ് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പെനാൽറ്റീസ് കൊടുക്കേണ്ടി വരും. അന്നേരം നമ്മൾ വേ ചെയ്ത് നോക്കുക. പെനാൽറ്റി കൊടുത്തിട്ട് ഇത്രയും ടൈമിലേക്ക് അപ്പുറത്ത് പോയി ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സേവ് ചെയ്യുമെന്ന് നോക്കുക. അതനുസരിച്ച് തീരുമാനിക്കുക. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം പറയാൻ പറ്റും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ? അതുപോലെ തന്നെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവം, അതായത് ഒരു തെറ്റായ തീരുമാനത്തിലൂടെ വീട് മേടിച്ച ഒരു കഥയും അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കഥയും ഷെയർ ചെയ്യാൻ പറ്റുമോ? സന്തോഷകരമായിട്ടുള്ള നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ വന്ന് ഒരു സിംഗിൾ മമ്മായിട്ടുള്ള ഒരാള്, 2 കുഞ്ഞുങ്ങളുണ്ട്. ആള് 6 ഇതേ പറഞ്ഞ പോലെ തന്നെ രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് കാശൊക്കെ ഉണ്ടാക്കി അവർക്ക് വീട് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ ബഡ്ജറ്റിലുള്ള വീടുകൾ വളരെ കുറവാണ്. ഒരു സിംഗിൾ മമ്മും കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് മൊത്തം വീടിന്റെ മോർഗേജ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഒരു അഡീഷണൽ ഇൻകം ഉള്ള വീട് വേണം, ബേസ്മെന്റ്, സെപ്പറേറ്റ് എൻട്രൻസ് വേണം. അങ്ങനത്തെ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ഈ ബഡ്ജറ്റിൽ അവർക്ക് മോർഗേജ് കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നാൾ വീട് നോക്കി. അവസാനം അങ്ങനെ ഒരു പ്രോപ്പർട്ടി വന്നു. പക്ഷെ ബാങ്കാണ് സെയിൽ ചെയ്യുന്നത്. നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ റീസെല്ലിംഗ് ഹോം അങ്ങനെ വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ. ഞങ്ങൾ ബാങ്കിനോട് നെഗോഷിയേറ്റ് ചെയ്തു. അവർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ആ വീട് വാങ്ങാൻ പറ്റി. അതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഉള്ള ക്ലയൻസിൽ ഒരു വീട് കിട്ടിയത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡീൽ അതായിരിക്കും. നിരവധി ടൈപ്പിലുള്ള വീടുകളുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വീട് മാത്രമായിട്ടിരിക്കുന്നത്, അങ്ങനത്തെ വീടുകളാണ് കൂടുതൽ നിങ്ങൾ കാണുക. അതിന് ഡിറ്റാച്ച്ഡ് ഹോംസ് എന്നാണ് പറയുന്നത്.
പിന്നെ 2 വീട് ഉണ്ടാവും. അതിന് ഒരു നടുക്കൊരു ഭിത്തി മാത്രം കോമൺ ആയിട്ടുണ്ടാവും. അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ഇരിക്കുന്ന ഒരു വീട്, അതിനാണ് സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 3 അതിലധികമോ വീടുകൾ നിരയായിട്ടിരിക്കും, റോ ആയിട്ടിരിക്കും. അതിന് റോ ഹൗസസ് അല്ലെങ്കിൽ ടൗൺ ഹൗസസ് എന്ന് പറയാറുണ്ട്. പിന്നെ കോണ്ടോ യൂണിറ്റ്സ് ആണുള്ളത്. കോണ്ടോ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ആ നമുക്കുള്ള യൂണിറ്റ് മാത്രമാണ് നമ്മുടെ സ്വന്തം. അതിരിക്കുന്ന സ്ഥലവും ബാക്കി കോമൺ എലമെന്റ്സ് എല്ലാം ഷെയർഡ് ആണ്. അത് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ടൗൺ ഹൗസസ്, കോണ്ടോ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അന്നേരം അതിന് മന്ത്ലി ഒരു മെയിൻ്റെനൻസ് ഫീ കൊടുക്കണം. അതാണ് കോണ്ടോ യൂണിറ്റ്സ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ടൈപ്പ് ഓഫ് ഹൗസസ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലോ ഉണ്ട്, ബൈ ലെവൽ ഹോംസ് ഉണ്ട്, റേസ്ഡ് ബാംഗ്ലോസ് ഉണ്ട്. ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ ഒരു സൈഡ് സ്പ്ലിറ്റ് ഹോമാണ്, സ്പ്ലിറ്റ് ഹോംസ് ഉണ്ട്. അങ്ങനെ നിരവധി സ്റ്റൈലിലുള്ള വീടുകൾ ഉണ്ട്. ഒരു മലയാളി ചൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഏത് വീടായിരിക്കും? മലയാളി ചൂസ് ചെയ്യുന്നത് അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള വീട്, അവർക്ക് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു 1980s 1990s ഒരു ടൈപ്പ് ഓഫ് വീടാണ് ഈ സ്പ്ലിറ്റ് ഹോംസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അന്നേരം ഈ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെടാറുണ്ട്. അന്നേരം നിങ്ങൾക്ക് വീട് പോയി കാണുക. നിങ്ങൾ പിക്ചറിൽ കാണുന്നത് ആയിരിക്കത്തില്ല ചെന്ന് കാണുമ്പോൾ. സോ ടേക്ക് യു ടൈം, വിസിറ്റ് ദി ഹൗസ്, എല്ലാ നൂക്ക് ആൻഡ് കോർണറിൽ പോയി കാണുക, നന്നായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. ആ ഒരു വീട്ടിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വെൽക്കമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ദാറ്റ്സ് യുവർ ഹൗസ്. അന്നേരം അങ്ങനെയാണ്. അന്നേരം ഇന്ന ഹൗസ് ഒരു മലയാളി ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാൻ പറ്റില്ല. അവരുടെ ബഡ്ജറ്റ് നോക്കുക, സിറ്റുവേഷൻസ് നോക്കുക, എസ്പെഷ്യലി നെയ്ബർഹുഡ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിന്റെ വിദ്യാഭ്യാസം, ഇതിന്റെ അവൈലബിലിറ്റി, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു വീട് ചൂസ് ചെയ്യേണ്ടത്. So when we want to say yes to a home, ഹോം എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട്ടിൽ പോകുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്ന വീടാണ്, നമ്മൾക്ക് അതിലേക്ക് അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അത് വെർത്ത് ആണോ എന്ന് നോക്കുക, മാർക്കറ്റ് കമ്പയർ ചെയ്യുക. വെർത്ത് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പ്രൈസ് നമുക്ക് കിട്ടുമോ എന്ന് നമ്മുടെ റിയൽറ്ററിനോട് ചോദിക്കുക, നെഗോഷിയേറ്റ് ചെയ്യുക. നമ്മുടെ ബാങ്കിന്റെ മോർഗേജ് സൈഡ് നോക്കുക, ലോയർ ടൈറ്റിൽ സൈഡ് നോക്കും. ഇങ്ങനെ എല്ലാം ഒത്തു വരുമ്പോൾ യെസ്, ഇറ്റ്സ് അവർ ഹൗസ്. ഫോർ എക്സാമ്പിൾ ഒരു വീട്, അങ്ങനെയുള്ള ഒരു വീട് കിട്ടിയില്ല, പക്ഷെ നമുക്കൊരു ലാൻഡിൽ നിന്നും പുതുതായിട്ട് നമ്മുടെ ഓൺ പ്ലാനിൽ ഒരു വീടിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ പറ്റും. അത് നമ്മളൊരു വീട് വാങ്ങുന്ന പോലെ എളുപ്പമല്ല. കാരണം ഒരു വീട് വാങ്ങണമെങ്കിൽ ആ ലാൻഡിൽ ആ വീടുണ്ട്. അന്നേരം അത് വെച്ചിട്ടായിരിക്കും ബാങ്ക് നിങ്ങൾക്ക് മോർഗേജ് തരിക. നിങ്ങളൊരു ഒരു ലാൻഡായിട്ട് വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രക്ചറും ഇല്ല. ആ ലാൻഡിന് മാത്രമായിട്ട് ബാങ്ക് മോർഗേജ് തരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കൺസ്ട്രക്ഷൻ ലോൺസ് കിട്ടും. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിൽഡറുമായിട്ടൊക്കെ ടൈപ്പ് ആവുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻസ് ലോൺ, നാട്ടിൽ ലോൺ കിട്ടുന്ന പോലെ, വീട് പണിയാൻ ലോൺ കിട്ടുന്ന പോലെ, അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടായിരിക്കും അവർ തരുന്നത്. പക്ഷേ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. പിന്നെ അവിടുത്തെ സോണിങ്, പിന്നെ അങ്ങനത്തെ റെഗുലേഷൻസും പെർമിറ്റ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. എല്ലായിടത്തും നമുക്ക് സ്ഥലം വാങ്ങിയ വീട് പണിയാൻ പറ്റത്തില്ല. അങ്ങനെ പണി കിട്ടിയ ധാരാളം മലയാളികളുണ്ട്, പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. എന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോൾ ഏത് സിറ്റിയിൽ വിളിച്ചിട്ട് ഒരു ലോട്ടിന്റെ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് ആ സോണിങ്ങിൽ വീട് പണിയാൻ പറ്റുമോ, എത്ര വലിപ്പമുള്ള വീടാണ് പണിയാൻ പറ്റുന്നത്, എല്ലാവരും പറഞ്ഞു തരും. അങ്ങനെ ചെയ്തിട്ട് മാത്രം $1 ആണെങ്കിലും ആ $1 നിങ്ങൾ അങ്ങനത്തെ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. പുതിയതായിട്ട് വീട് വാങ്ങുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സിറ്റീസ് ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സിന്റെ എന്തൊക്കെ പ്ലാനാണുള്ളത്? അങ്ങനെ സിറ്റി പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സിന്റെ പ്ലാൻ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. അതൊരു കോമൺ സ്ട്രക്ചർ അല്ല. വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സിറ്റീസൊക്കെ ചില ഓഫേഴ്സൊക്കെ കൊടുക്കാറുണ്ട്. പൊതുവായിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ടൈം ഹോം ബയറിന് ഒരു ടാക്സ് റിബേറ്റ് ചെയ്യുന്നുണ്ട്, ലാൻഡ് ട്രാൻസ്ഫർ ഫീസ് റിബേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു $4,000 റിബേറ്റ് ആണ്. യൂഷ്വലി നമ്മൾ ഒരു ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ഫീസിൽ നിന്ന് $4,000 പുതുതായിട്ട് ഫസ്റ്റ് ടൈം ഹോം ബയർ ആണെങ്കിൽ ആ ഒരു റിബേറ്റ് കിട്ടാറുണ്ട്. ടാക്സ് ക്ലെയിം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ടൈം ഹോം ബയറിന്. അതൊരു $5,000. അത് നിങ്ങൾ ക്യാഷ് ആയിട്ട് തിരിച്ചു കിട്ടത്തില്ല. നിങ്ങൾ കൊടുക്കേണ്ട ടാക്സിൽ നിന്ന് അത് ഡിഡക്ട് ചെയ്ത് തരും. അത് നിങ്ങളുടെ ടാക്സ് കൺസൾട്ടന്റുമായിട്ടാണ് അതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. ഒരു $500 $750 വരെയൊക്കെയാണ് യൂഷ്വലി ഒരു ഹോം ബയറിന് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുക. നമുക്ക് അങ്ങനെ കിട്ടുന്ന ഓഫേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ മേലിൽ നമുക്ക് കുറഞ്ഞു കിട്ടുന്ന തുകകൾ എപ്പോഴെങ്കിലും തിരിച്ച് റീപേ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ ടു ദ ഗവൺമെന്റ്? ഈ പറഞ്ഞ ലാൻഡ് ട്രാൻസ്ഫർ ഫീസിലുള്ള റിബേറ്റ് $4,000 ചില സമയങ്ങളിൽ അത് ലീഗലായിട്ടല്ല നിങ്ങൾ ക്ലെയിം ചെയ്തതെങ്കിൽ നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. ചിലപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോപ്പർട്ടി വാങ്ങും, ശരി, ഒരാളുടെ പേരിൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ടാവും. അന്നേരം നിങ്ങൾക്ക് ലീഗലി അത് ക്ലെയിം ചെയ്യുന്നത് പാടാം. ഒരാളുടെ കാര്യത്തിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഒരു വീട് വാങ്ങുന്നതെങ്കിൽ ശരിക്കും ലോകത്ത് എവിടെ നിങ്ങൾക്ക് വീടുണ്ടെങ്കിലും ഈ റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പാടില്ല. അതിന് ചിലപ്പോൾ ഇന്ത്യയിൽ വീടുള്ള ആളായിരിക്കും. ഇത് എപ്പോഴെങ്കിലും ഗവൺമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ്
ഒരു സൈഡ്. ഓൺ ദി അതർ സൈഡ് RRSP പോലെയുള്ള സേവിങ്സ് പ്ലാനിൽ നിങ്ങൾക്ക് ലോണായിട്ട് പൈസ എടുക്കാൻ പറ്റും. അതൊരു 15 വർഷം കൊണ്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണ്ട, ഇല്ലെങ്കിൽ അതൊരു ടാക്സബിൾ ഇൻകം ആയിട്ട് മാറാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു വീട് വാങ്ങി, അപ്പോൾ ആ വീട് വാങ്ങിയതിന് ശേഷം ഇൻ കേസ് എനിക്ക് ഒരു ആക്സിഡന്റിൽ ഞാൻ മരണപ്പെട്ടാൽ ഈ ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഈ അസറ്റുകൾ പോകാനുള്ള ബില്ലുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആദ്യമേ വെക്കേണ്ടവേ? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് അങ്ങനെ ഒരു ശീലമില്ല. കൂടുതലും നമ്മൾ ഒരു 70-80 വയസ്സാകുമ്പോഴാണ് നാട്ടിലൊരു ബില്ലൊക്കെ എഴുതി വെക്കാറുള്ളത്. അതും വളരെ കുറവാണ്. അന്നേരം കാനഡയിൽ അത് വളരെ ഒരു കോമൺ പ്രാക്ടീസ് ആണ്. ഇപ്പം അത് വീട് തന്നെ ആവണം എന്നില്ല, നമുക്കുള്ള എന്ത് ടൈപ്പ് അസറ്റ്സും നമ്മൾ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അത് ആർക്കാണ് പോകേണ്ടതെന്നുള്ളത് വ്യക്തമായ ഡയറക്ഷൻസ് എല്ലാ കാര്യത്തിലും നമ്മൾ എഴുതി വെക്കാറുണ്ട്. അതിനൊരു റിയൽ എസ്റ്റേറ്റ് ലോയറോ ഏതെങ്കിലും ഒരു ലോയർ, അത് ബില്ല് പ്രിപ്പയർ ചെയ്യുന്ന ലോയറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹയറാർക്കി, ഇപ്പം എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ആർക്ക് പോവും, എൻ്റെ സ്പൗസിന് പറ്റിയാൽ, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ എന്തെങ്കിലും പറ്റിയാൽ ആർക്ക് പോവും, ഇനി ഞങ്ങൾ ഹോൾ ഫാമിലി കിഡ്സ് ഉൾപ്പെടെ ചിലപ്പോൾ അവരുടെ പേരിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞാൽ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ കിട്ടാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഗൽ പ്രോസസ്സിലൂടെ പോകേണ്ടി വരും. നമ്മൾ വീടൊക്കെ വിൽക്കുന്നത് പ്രൊബേറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ലോങ് പ്രോസസ്സാണ്. കോടതിയിലൊക്കെ പോകേണ്ടതായിട്ട് വരും. മൾട്ടിപ്പിൾ ഹോംസ് ഉള്ളവരെ സംബന്ധിച്ചൊക്കെ അതൊരു ചലഞ്ചിങ് ആണ്. അന്നേരം വീട് വാങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും ബില്ല് പ്രിപ്പയർ ചെയ്യണം. അത് മാത്രമല്ല, അത് പീരിയോഡിക്കലി നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇന്നുള്ള അസറ്റ് ആയിരിക്കത്തില്ല 1 വർഷം കഴിഞ്ഞ് നമ്മൾക്കുള്ള അസറ്റ്. ചില അസറ്റ്സ് നമ്മൾ വിറ്റിട്ടുണ്ടാവും, പുതിയത് ചിലത് വാങ്ങിയിട്ടുണ്ടാവും. അതിന് പീരിയോഡിക്കലി ഇത് അസറ്റ്സ് നമ്മുടെ ബില്ല് അപ്ഡേറ്റും ചെയ്തുകൊണ്ടിരിക്കണം. സോ ഞാൻ ഇപ്പോൾ എൻ്റെ ബില്ല് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ഫുൾ അസറ്റ്സ് ഗവൺമെന്റിലേക്ക് പോകും. ഇൻക്ലൂഡ് എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ കാറ്, അങ്ങനെ എനിക്കുള്ള എല്ലാ അസറ്റ്സും ഗവൺമെന്റിലേക്ക് പോകും. അത് പിന്നെ വേറൊരാൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ക്ലെയിം ചെയ്യാം, പക്ഷേ ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ചിലപ്പോൾ നിങ്ങളുടെ കാറിനും ലാപ്ടോപ്പിനും എല്ലാം കൂടെ ഉള്ള പൈസയെക്കാളും കൂടുതൽ ലോവറിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതെ, ദാറ്റ് വാസ് റിയലി ന്യൂ ഫോർ മീ. ഇത് കാനഡയിലുള്ള അധികം ആളുകൾക്ക് അറിയത്തില്ല, എസ്പെഷ്യലി മലയാളികൾ. നമ്മളെല്ലാം ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രൻസ് ആണ്. അന്നേരം ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ പുതുതായിട്ടാണ്. അന്നേരം ഇതൊരു ഇൻഫർമേഷൻ അധികം ക്ലയൻസ്, ഇപ്പം എൻ്റെ പല ക്ലയൻസിനും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇപ്പം വീട് വാങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഈ കേൾക്കുന്ന ആരെങ്കിലും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇന്ന് തന്നെ ഏതൊരു ലോയറിനെ വിളിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴല്ലേ എന്ന് ചിന്തിക്കുന്ന പലരും എപ്പം വേണമെങ്കിലും സംഭവിക്കാം. ഈ ഫസ്റ്റ് ജനറേഷന്റെ ബുദ്ധിമുട്ടുകൾ ചേട്ടൻ പറഞ്ഞല്ലോ. ഈ ഫസ്റ്റ് ജനറേഷൻ അല്ല, സെക്കൻഡ് ജനറേഷനിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒരു വീട് വാങ്ങാൻ കഴിയില്ലേ? നമ്മൾക്കുള്ള പോലെ തന്നെ ബുദ്ധിമുട്ടാണ് സെക്കൻഡ് ജനറേഷൻ ആണെങ്കിലും. ഇവിടെ കാനഡയിൽ ജനറേഷൻസ് ആയിട്ട് താമസിക്കുന്ന ആളുകൾക്ക് പലരും ഹോംലെസ് ആയിട്ട് നടക്കുമ്പോൾ ഫസ്റ്റ് ജനറേഷനായിട്ട് വന്ന നമ്മുടെ ആളുകളാണ് കൂടുതൽ വീടുകൾ വാങ്ങുന്നത് കാണുന്നത്. അന്നേരം എത്ര നാൾ കാനഡയിൽ താമസിച്ചു എന്നുള്ളതല്ല, നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ എത്ര ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇവിടെ പെർമനന്റ് ഇൻകം ഒക്കെ ഇതിന് വളരെ നിർബന്ധമാണ്. അന്നേരം ഇവിടുത്തെ വർഷങ്ങളായിട്ടുള്ള ആളുകൾ ഗവൺമെന്റ് ബെനിഫിറ്റ്സും വേറെ പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെർമനന്റ് ആയിട്ട് ജോലിക്കൊന്നും പോകാത്ത ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എത്ര ജനറേഷൻ ആയാലും വീട് വാങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹിമാലയൻ ടാസ്ക്. ഒരു ഉപദേശം എന്ന രീതിയിൽ ചോദിക്കുക, മലയാളികൾക്ക് എപ്പോഴും വീടെന്ന് പറയുന്നൊരു സ്വപ്നമാണ്. അത് എത്ര നാളായാലും വീടൊരു സ്വപ്നമാണ്. ഒരു 3 അഡ്വൈസ് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു മലയാളിക്ക് കൊടുക്കാൻ പറ്റുന്നേ വീട് വാങ്ങുന്നതിന് മുന്നേ? വീട് വാങ്ങുന്നതിന് മുമ്പ് കൊടുക്കാൻ, എവിടെയാണെങ്കിലും മലയാളി എന്ന് മാത്രമല്ല ആർക്കാണെങ്കിലും വീട് വാങ്ങുന്നതിന് മുമ്പ് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസസ് എന്ന് പറയുന്ന, ഒന്ന്, ആരെയും കാണിക്കാൻ വേണ്ടി വീട് വാങ്ങാതിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം മില്യനേഴ്സ് ആവാം, നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ഇൻകം ഉണ്ടാവത്തില്ല, അഫോർഡബിലിറ്റി ഉണ്ടാവത്തില്ല. നാട്ടിൽ പറയുക കൊക്കിലൊന്നും നിങ്ങൾ കുത്തുക എന്ന് പറയും. ചിലപ്പോൾ അന്നേരം ബുദ്ധിമുട്ടുണ്ടാക്കും, നമുക്ക് സ്റ്റാറ്റസ് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇതിൻ്റെ അകത്ത് താമസിക്കേണ്ടതും ഇതിൻ്റെ ലയബിലിറ്റീസ് ക്യാരി ചെയ്യുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. ആദ്യത്തെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ലൈക്ക് കഴിയുമ്പോൾ റിയാലിറ്റിയിലേക്ക് വരും. എപ്പോഴും നമ്മൾക്ക് പറ്റുന്ന വീട് വാങ്ങുക. 2, ഒരു റിയൽറ്റൈസിൻ്റെയോ വേറെ ഒരു എക്സ്റ്റേണൽ പ്രഷർ കാരണമോ നിങ്ങളൊരു വീട് വാങ്ങരുത്. ടേക്ക് യുവർ ടൈം, നിങ്ങൾ സമയം എടുത്ത് കണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വീടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടും വാങ്ങുക. 3-ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് വാങ്ങുമ്പോൾ നിങ്ങൾ ആ ലൊക്കാലിറ്റിയെ പറ്റി അറിഞ്ഞിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. നെയ്ബർഹുഡിനെ പറ്റി പറ്റുമെങ്കിൽ ആ ഏരിയയിൽ തന്നെ വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ നോക്കുക. ആ നെയ്ബർഹുഡിനെ പറ്റി മനസ്സിലാക്കുക. സ്കൂളിൻ്റെ അവൈലബിലിറ്റി, പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അവൈലബിലിറ്റി, സിറ്റി എത്രത്തോളം ആ ഏരിയ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, പുതിയ അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ അവിടെ എന്തെങ്കിലും ഉണ്ടോ, ജോലിയുടെ അവൈലബിലിറ്റി, നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജോലി സ്ഥലം, അന്നേരം എത്രത്തോളം ജോലി സ്ഥലവുമായിട്ട് അടുത്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വീട് വാങ്ങാൻ. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയാൻ പറ്റുമോ?
ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നമ്മൾ നാട്ടിലെ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ പറയുന്ന പോലെയാണ്, നോക്കിയും കണ്ടും ചെയ്യുക. ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ വൈസായിട്ട് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് പേസ് ഓഫ്. പക്ഷേ നല്ല തറവായിട്ട് അതിനെപ്പറ്റി പഠിക്കുക. ഇത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഹിഡൻ ചാർജസ് ഒക്കെ പലതും ഉണ്ടാവും. ഒരു ബയ്യറിനെ സംബന്ധിച്ച് ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും, ക്ലോസിംഗ് കോസ്റ്റ് ഉണ്ടാവും. പിന്നെ മിനിമം ഡൗൺ പേയ്മെന്റ് 20% കുറവാണ് നിങ്ങൾ ഇട്ട് ഡൗൺ പേയ്മെന്റ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മോർഗേജ് ഡിഫോൾട്ട് ഇൻഷുറൻസ് ഉണ്ട്. ഇത് പലരും മറന്നു പോകുന്നൊരു സംഗതിയാണ്. വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഗെയിൻ ക്ലോസിംഗ് കോസ്റ്റ് ഉണ്ട്. സെല്ലേഴ്സ് ആണ് കൂടുതലും 2 റിയൽറ്റേഴ്സിനും കമ്മീഷൻ കൊടുക്കേണ്ടത്. ആ കമ്മീഷൻ നിങ്ങളുടെ പോകും. വീട് വാങ്ങിയിട്ട് 1 വർഷത്തിനുള്ളിലാണ് വിൽക്കുന്നതെങ്കിൽ അതിനകത്ത് 50% ടാക്സബിൾ ഇൻകം ആണ്, അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഫ്ലിപ്പാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും റിനോവേഷൻസിനൊക്കെ ആയിട്ട്. ഒരു എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അത്ര നാൾ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് മോർഗേജിന്. പിന്നെ ഈ മോർഗേജ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ വിൽക്കാൻ നേരത്ത് മോർഗേജ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ബാങ്കിന് പെനാൽറ്റി കൊടുക്കണം. ഇതെല്ലാം കൂടെ കൊടുത്ത് എത്ര $1 നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാക്കുമെന്ന് നേരത്തെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കൊണ്ട് കൈ കൊടുക്കാൻ. റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ ഒരു അഡ്വൈസ് ഉണ്ടോ? റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ഒരു പ്രിസർവൻസിന് നല്ല സഹനശക്തിയുള്ളവർ വരിക, നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊരു ഈസി ജോബ് അല്ല. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവണം, നല്ല നെഗോസിയേഷൻ പവർ ഉണ്ടാവണം. ഏതെങ്കിലും ഒരു മെന്ററിൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങുക, നല്ല ബ്രോക്കറേജ് ചൂസ് ചെയ്യുക. ഇതൊക്കെയാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മാർക്കറ്റിന്റെ വാല്യൂ കുറവായതുകൊണ്ട് പലരും റിമോട്ട് ഏരിയയിലേക്ക് വീട് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയായിരിക്കും? 2 വശങ്ങൾ പറയുമ്പം, റിമോട്ട് ഏരിയസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് വീടുകൾ വാങ്ങാൻ പറ്റും. ചിലപ്പോൾ ലാൻഡ് ഏരിയ വളരെയധികം കൂടുതലായിരിക്കും. അന്നേരം അങ്ങനെ കാമാൻ കോയറ്റായിരിക്കും. അങ്ങനെ ശാന്തസുന്ദരമായി അധികം സ്ഥലം വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് അവർക്ക് വളരെ കുറഞ്ഞ വിലയിൽ വീട് വാങ്ങാൻ പറ്റും റിമോട്ട് ഏരിയയിലേക്ക് പോകുമ്പോൾ. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് അവിടുത്തെ സൗകര്യങ്ങൾ തീർച്ചയായിട്ടും സിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉണ്ടാവത്തില്ല. കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളൊക്കെ വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ അതിന്റെ റിട്ടേണും വാല്യൂ അപ്രിസിയേഷനും വളരെയധികം കുറവാണ് സിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഹൗ ഈസ് യുവർ റിലേഷൻ വിത്ത് ദ മലയാളി കമ്മ്യൂണിറ്റി? മലയാളി കമ്മ്യൂണിറ്റി ഈസ് വെരി വണ്ടർഫുൾ. നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നമുക്ക് നഗരയിലുണ്ട്. വളരെ ഒരു 5-6 പ്രോമിനന്റ് ആയിട്ടുള്ള അസോസിയേഷൻസ്, ആർട്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന പല ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ട്. നമ്മൾ എല്ലാവരുമായിട്ട് നല്ല രീതിയിലാണ് പോകുന്നത്. പല പ്രോഗ്രാംസും നമുക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു റവന്യൂ നമ്മളൊരു സൈഡിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഓൺ ദി അതർ ഹാൻഡ് ഗിവിംഗ് ബാക്ക് ടു കമ്മ്യൂണിറ്റി. നമ്മളെങ്ങോട്ട് പറ്റുന്ന ഒരു പേഴ്സൻ്റെ സ്പോൺസർഷിപ്സിലൂടെയും ഫണ്ടിങ്ങിലൂടെയൊക്കെ ചാരിറ്റിയൊക്കെ ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക് പോളിസി. മനസ്സിലായി? നമുക്ക് ഒരു സൈഡിൽ നമ്മളെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കമ്മ്യൂണിറ്റിയെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ലാസ്റ്റായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ, സാംജി എന്ന റിയലറ്ററിന് മലയാളികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഉപദേശം പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ഉപദേശമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനൊരു റിയൽറ്റർ പെർസ്പെക്റ്റീവിലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും എൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ ലൈഫിനെ പറ്റിയിട്ട് പറയുമ്പോൾ, കാനഡ ഈസ് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഓൾറെഡി അതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. കാനഡയിലേക്ക് വരുന്ന ആളുകളെല്ലാവരും തന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ധാരാളം സാധ്യതകളുണ്ട്, അനന്തമായി കിടക്കുകയാണ്. പക്ഷേ അതിലേക്കൊക്കെ പോയി നമ്മുടെ ലൈഫ് ഭയങ്കര ബിസിയാക്കി നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ കുറേ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായി പോകരുത്. നമുക്ക് വളരെ സുന്ദരമായ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നൊരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ ഒരു സൈഡിൽ ഉണ്ടാക്കുമ്പോൾ അത് എൻജോയ് ചെയ്യാനുള്ള പല വഴികളും കാനഡയിലുണ്ട്. വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, വൈസായിട്ട് നിങ്ങളുടെ പൈസ സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോടൊത്ത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നെറ്റ്വർക്കിംഗ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പരമാവധി ആളുകളുമായിട്ട് നിങ്ങൾ സൗഹൃദത്തിലാവുക. അങ്ങനെ ഒരു എല്ലാവർക്കും വളരെ നല്ലൊരു ലൈഫ്. നമ്മൾ അറൗണ്ട് ദി ഗ്ലോബ്, ഇന്ത്യയിൽ നിന്ന് കാനഡയിൽ വന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന പോലെ ജീവിക്കാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല. അന്നേരം വളരെ നന്നായി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്താ സാംജിയുടെ ഈ ഒരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്, ഈ ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്തതിന്, അതുപോലെ തന്നെ നമ്മളോടും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അതെ തീർച്ചയായും. എന്നെയും
ഈ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പാട്ടാക്കിയതിന് വളരെയധികം താങ്ക്സ് ഫോർ ചൂസിങ് മീ. Yeah, and thank you from our side, all GS Fit side, and we are really grateful to have a conversation with you. And thank you for your time. താങ്ക് യു. Thank you so much.